വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഞാൻ ഓൾറെഡി ഇൻഫോം നിങ്ങളടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. RCM പ്രോസസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ മെഡിക്കൽ കോഡിൻ്റെ ഇൻറ്റേൺഷിപ്പ് ബാച്ച്, നെക്സ്റ്റ് ബാച്ച് കുറേ എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബാച്ച് എന്നാ ചോദിച്ചിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 9 നമ്മളെ നെക്സ്റ്റ് ബാച്ച് വരുന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് പറയാം. നമുക്ക് UAEയുടെ RCM പ്രോസസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രീ അപ്രൂവൽസിനെ കുറിച്ചിട്ട്, സബ്മിഷനെ കുറിച്ചിട്ട്, റീസബ്മിഷനെ കുറിച്ചിട്ട്. ഇപ്പോൾ നാട്ടിൽ നമുക്ക് 4 ഇയർ 5 ഇയർ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് UAEയിൽ വന്നാലും ഒരു വാല്യൂ കിട്ടണില്ല അല്ലേ. ഫ്രഷേഴ്സ് ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്തായാലും ഒരു ആഡ് ഓൺ ആണ്. ഓഫ് കോഴ്സ് നമ്മൾ ഒരിക്കലും പറയണില്ല നമ്മൾ ജോബ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോ UAEയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ നമ്മളെ പ്രീവിയസ് സ്റ്റുഡൻസിന് തന്നെ അറിയാൻ പറ്റും. നമുക്ക് വരുന്ന വേക്കൻസീസ് ഓഫ് കോഴ്സ് നമുക്ക് അവരെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് ഇവിടെ UAEയുടെ കാര്യത്തിൽ ഒരു അഷ്യൂരിറ്റിയും പറയാൻ പറ്റില്ല അല്ലേ. ഇവിടെ റെഫറൻസ് ആണ്, ഇവിടെ എക്സ്പീരിയൻസ് ആണ്, അങ്ങനെ കുറേ മാൻഡേറ്ററി കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചേൺ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഫ്രഷേഴ്സാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കാനുള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടായിരിക്കും. എനിക്കറിയാം കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എന്താണ് നമ്മൾ കുറച്ചൊന്നും അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ കയറി പറ്റി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളൊന്ന് പിടിച്ച് സ്റ്റാർട്ടിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ലിങ്ക്ഡിനിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ, ഒരു ദിവസം എത്ര വേക്കൻസീസാണ് മെഡിക്കൽ കോഡിങ്ങിലായാലും പ്രീ അപ്രൂവലിലായാലും സബ്മിഷനിലായാലും റീസബ്മിഷനിലായാലും റീകൺസിലേഷൻ അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ വരുന്നത്. പക്ഷേ എന്താണ് അത് എത്തിക്കിട്ടാൻ ഒരു ടൈം എടുക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ആൻ ആഡ് ഓൺ ഫോർ യുവർ എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു RCM പ്രോസസ്സിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. എങ്ങനെയാണ് പ്രീ അപ്രൂവൽസ്, സബ്മിഷന്, റീസബ്മിഷൻ, ഈ ക്ലെയിമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിയാത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറക്കണ്ട, ജൂലൈ 9 നമ്മളെ നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പ് ബാച്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം പറയാം. അതായത് എങ്ങനെയാണ് ഒരു പേയ്മെൻറ്റ്, എങ്ങനെയാണ് മെമ്പർ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു ഇൻഷുറൻസ് ഇപ്പോൾ നെക്സ്റ്റ് കെയർ ഓറിയൻ്റാണെന്ന് വിചാരിക്കുക എൻ്റെ ഇൻഷുറൻസ്. അതല്ലാതെയും ഒരുപാട് ഇൻഷുറൻസ്, IN ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് കെയർ ഓറിയൻ്റ് ആയ ഞാനിപ്പോൾ എനിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വിസയുള്ള ആൾക്കാർക്കും ചിലർ ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് അവർ ബെനിഫിറ്റ്സ് അയച്ചു തരും. നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഇൻഷുറൻസ് കവേർഡ് ആവണ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ കൺസൾട്ടേഷൻ OP കവേർഡ് ആണോ, OPയിൽ അത് എത്ര പെർസെൻറ്റേജ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കണം, അതായത് പേഷ്യൻ്റ് ഷെയർ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് ആണ് എനിക്ക് ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക, അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ OP കൺസൾട്ടേഷൻ 20% ആണെന്ന് വിചാരിക്കുക. 20% ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇൻഷുറൻസിൻ്റെ ടീം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും ചിലത് ഓൾറെഡി എന്താണ് അവർ സോഫ്റ്റ്വെയറിൽ പോപ്പപ്പ് ചെയ്ത് വരും. എന്നാലും അതൊരു ഇപ്പോൾ ചില സമയത്ത് ഈ ക്ലെയിമിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണ വേണമല്ലേ. അപ്പോൾ ഒരു 20% എന്ന് പറയുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ 20/100 അല്ലേ. 20/100 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, നമ്മൾ എത്ര ചെയ്യണം, ഇൻറ്റു എത്രയാണോ എൻ്റെ താരിഫ് ലിസ്റ്റ്. ഇപ്പോൾ എനിക്കൊരു കൺസൾട്ടേഷൻ ആണ് കാണണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ് നമ്മളെ ഫെസിലിറ്റി, നമ്മൾ പ്രൊവൈഡറും പിന്നെ അതേപോലെ ഇൻഷുറൻസും തമ്മിൽ എഗ്രിമെൻ്റ് ആയിട്ടുള്ള ഒരു താരിഫിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്രൈസ് ലിസ്റ്റിൽ എൻ്റെ കൺസൾട്ടേഷനിൽ അവർ അവരെ ബാർഗൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ എഗ്രീഡ് താരിഫ് ഉണ്ടായിരിക്കും. എനിക്ക് മീൻസ് ഒരു പേഷ്യൻറ്റിന് എത്രയാണ് അല്ലെങ്കിൽ അവരെ ഫെസിലിറ്റിക്ക് എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു താരിഫ് ഉണ്ടായിരിക്കും. ആ താരിഫായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പേഷ്യൻ്റ് ഷെയർ കിട്ടുക. പേഷ്യൻ്റ് ഷെയർ അതായത് ഒരു പേഷ്യൻറ്റ് എത്രയാണ് പേഷ്യൻ്റ് ഷെയർ ആയിട്ട് എവിടെ
എവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഫെസിലിറ്റിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പേഷ്യൻ്റ് ഷെയർ, പിന്നെ അങ്ങനെ ഇൻഷുറൻസ് ഷെയർ കിട്ടും. ഇൻഷുറൻസ് ഷെയർ കിട്ടാനൊന്നുമില്ല, ഓൾറെഡി ആ താരിഫിൽ കിട്ടിയ ഗ്രോസ് എമൗണ്ട് ഇല്ല, ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന ഗ്രോസ് എമൗണ്ട്, ആ ഗ്രോസ് എമൗണ്ടിൽ നിന്ന് ഈ പേഷ്യൻ്റ് ഷെയർ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് ഇൻഷുറൻസ് ഷെയർ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ്, അതേപോലെ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ഇപ്പോൾ അറിയാം നമ്മൾ കോഡിങ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. എന്താണ് അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡയഗ്നോസിസോ കാര്യങ്ങളോ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഇല്ലെങ്കിലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സപ്പോർട്ടിങ് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ വേണം, ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ കറക്റ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതായത് ഏതൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് കെയർ, ഒമാന്, നാസ്, അൽമദല്ല, ധമാന്, അങ്ങനെ പോലെ അബ്നിക്ക് അങ്ങനെ കുറേ ഉണ്ട്, അബുദാബി നാഷണൽ ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ ഒരുപാട്, അതുപോലെ കുറേ പേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യാൻ താല്പര്യം മറക്കേണ്ട, ജൂലൈ 9th ആണ്, 7:30 UAE ടൈം 7:30 ആണ് നമ്മൾ ടൈമിംഗ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, UAE നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ഓൺ ആക്കി ചെയ്യണം. ഓഫ് കോഴ്സ് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ ടൈം ലിമിറ്റ് അല്ലേ. ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു കറക്റ്റ് ടൈം വെച്ച് അതിന് ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് എനിക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ CPMയുടെ ബാച്ചും ജൂലൈയിൽ വരുന്നുണ്ട്. സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റിംഗ്, എന്താണ് CPC കഴിഞ്ഞാലുള്ള അടുത്തൊരു ഇതാണ് CPMA എന്ന് പറയുന്നത്. അപ്പോൾ CPC കഴിഞ്ഞാൽ അടുത്താണ് അല്ലേ CPMA എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റിംഗ് എന്നിട്ടുള്ള, നമുക്ക് അറിയാം ഇപ്പോൾ ഒരുപാട് CPCക്കാരുള്ളപ്പോൾ ഓഫ് കോഴ്സ് നമ്മളെ ഒരു ഹൈ എൻഡ് ആക്കി നമ്മൾ മുന്നോട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂവിനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലോട്ട് പോകാൻ ഉള്ളത്. ആ ഒരു ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് അടുത്തൊരു സർട്ടിഫിക്കേഷനാണ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റ്. അതിൻ്റെ ബാച്ചും ജൂലൈ ലാസ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സാധാ മെഡിക്കൽ കോഡിങ് ഇതൊന്നുമില്ലാതെ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ, അവർക്ക് എന്താണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ഈ ഒരു ലെവലിലോട്ട് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ബേസ് ആയ CPC കോഴ്സും നമ്മൾ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ നീറ്റിൻ്റെ റിപ്പീറ്റർ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നീറ്റിന് ഇനി വളരെ കുറച്ച് ടൈമുള്ള റിപ്പീറ്റർ, നീറ്റായാലും കീമായാലും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, ഫീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത്രയും ലോ ഫീസിലാണ് നമ്മളിവിടെ കാരണം കുറേ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും നീറ്റ് റിപ്പീറ്റ് ചെയ്യും, പക്ഷേ ഫീസിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് എന്താ അവർക്ക് പറ്റാതിരിക്കുന്ന പിള്ളേരുണ്ടാവില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഒരു ഡൗട്ടും ഇല്ലാത്തതാണ്. 5 years ആയിട്ട് നമ്മളൊരു ഈ മേഖലയിൽ പല എഡ്യൂക്കേഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ക്വാളിറ്റി ബേസിസ് ഞങ്ങൾക്കും കോൺഫിഡൻസ് ആണ്, അതേപോലെ നിങ്ങൾക്കും കോൺഫിഡൻസ് ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റർ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ജോയിൻ ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.